അപ്പോൾ കമോൺ ഗൈസ്, ഈ അടുത്ത് വാങ്ങിയ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് കണ്ടാലോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ്, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഗ്ലൂ ആണ്. അപ്പോൾ 3 ടൈപ്പ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഫെവിക്കോൾ ബ്രാൻഡിൻ്റെ ക്രാഫ്റ്റ് ഗ്ലൂ ആണ്. ഇതിൻ്റെ ടിപ്പൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് നീണ്ടു നിന്നിട്ടുള്ളതൊക്കെയാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഫാബ്രിക് ആസിഡിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ലിക്വിഡ് ഗ്ലൂ ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടിപ്പ് സൂപ്പറാണ്. സംഭവം നമ്മൾ ഗ്ലൂ തേക്കുമ്പോൾ നല്ലോണം സ്പ്രെഡ് ആവുന്ന ടൈപ്പാണ്. ഇനി നെക്സ്റ്റ് വന്നിട്ട് ക്യാംലിൻ ബ്രാൻഡിൻ്റെ തന്നെ സാധാ നമ്മുടെ വൈറ്റ് ഗ്ലൂ ഇല്ലേ, ഫെവിക്കോൾ ഐറ്റം ഇല്ലേ, അത് തന്നെ സംഭവം. ഇനി നെക്സ്റ്റ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് ക്യുക്കാണ്. അതായത് നമ്മുടെ ഈ സൂപ്പർ ഗ്ലൂ ഒക്കെ പോലത്തെ തന്നെ വേറൊരു സംഭവം. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. കയ്യെ കൊട്ടിപ്പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ കാണിക്കുന്നത് 3 ടൈപ്പ് ടേപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ തന്നെ ഒരു ടേപ്പ് ഡിസ്പെൻസറി കിട്ടിയിട്ടുള്ള ഒരു വാൾ സേഫ് ടേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റമാണ്. ഇത് വന്നിട്ട് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്, അങ്ങനത്തെ ഒരു ഐറ്റം. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ നാനോ ടേപ്പ്. തേർഡ് വൺ എന്ന് പറയുമ്പോൾ ഈ ജാനലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ASMR ഒക്കെ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടുള്ളൊരു ടേപ്പ് റോളറാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. നല്ലോണം ഒട്ടുന്ന ഐറ്റമാണ്. ഞാൻ 2-3 തവണയൊക്കെ വരച്ചിങ്ങനെ ഒട്ടിച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂപ്പർ സാധനമാണ്. ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ഇത് കൂട്ട് പേപ്പർ കട്ടറാണ്. അപ്പം നട്രാജ് ബ്രാൻഡിൻ്റെയാണ് ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്. ഇത് വന്നിട്ട് സൂപ്പർ സ്ട്രോങ് ആയിട്ടുള്ള ഐറ്റമാണ്. കാർഡ്ബോർഡൊക്കെ കട്ട് ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. നെക്സ്റ്റ് ഡെലി ബ്രാൻഡിൻ്റെ ഈ കട്ടർ ബ്ലേഡ്സ് ആണ് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ കട്ടറിൻ്റെ അകത്തുള്ള ബ്ലേഡിൻ്റെ മൂർച്ച പോയാൽ നമുക്ക് മാറ്റി യൂസ് ചെയ്യാൻ പറ്റിയ 10 എണ്ണം വരുന്ന ഒരു സെറ്റാണ് ഇത്. ഇത് വന്നിട്ട് നല്ല മൂർച്ചയുള്ള ഐറ്റം ആയിരുന്നു. അപ്പോൾ സൂപ്പർ സാധനമാണ്. ഇനി നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐറിസ് ബ്രാൻഡിൻ്റെ ടീ ലൈറ്റ്സ് ആണ്. അൺസെൻറ്റഡ് ആണ്. 24 വരുന്ന ഒരു പീസിൻ്റെ സെറ്റാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. പിന്നെ അടുത്തത് ക്രാഫ്റ്റ് സിസറാണ്. അതായത് നമുക്ക് ഈ 6 ആക്ക് ഷേപ്പിലൊക്കെ നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ പറ്റിയ സാധനമാണ്. ഇങ്ങനെ പേപ്പറൊക്കെ എടുത്തിട്ട് പലവണ കട്ട് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. സൂപ്പറായിട്ട് കട്ട് ചെയ്ത് വരുന്നുണ്ട്. നല്ല മൂർച്ചയുള്ള ഐറ്റമാണ്. സൂപ്പർ സാധനമാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഇത് വന്നിട്ട് 3 സെറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല വിട്ടുള്ള ഐറ്റം ആയിരുന്നു. നെക്സ്റ്റ് മോൺമാർട്ടൻ്റെ എയർ ഡ്രൈ ക്ലേ ആണ് കാണിച്ചിട്ടുള്ളത്. സൂപ്പർ ക്ലേ ആണ്. നല്ല ഫീഡ്ബാക്കൊക്കെ ഉള്ള ഐറ്റമാണ്. പിന്നെ കുറച്ച് ടൂത്ത് പിക്സ് വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. ഇനി നെക്സ്റ്റ് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റോൺസ് ആണ് ഉള്ളത്. അപ്പം ഇതും അങ്ങനെ തന്നെ. പിന്നെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ കുറച്ച് കമ്പിയാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതായത് ഗോൾഡൻ കളറും ഉണ്ട് 2 എണ്ണം, പിന്നെ ഒരു സിൽവർ കളറും വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്ലേറ്റ്, പേപ്പർ പ്ലേറ്റ് ആണ്. ഇതിൻ്റെയൊക്കെ യൂസ് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും പറയാം. പിന്നെ MCയിൽ വാങ്ങിയിട്ടുണ്ട്. ഈ നമുക്കിത് സാധാ ഏത് കടയിലും കിട്ടുന്ന ഐറ്റമാണ്. നമ്മുടെ ഈ പൈപ്പൊക്കെ പൊട്ടിക്കണതാണ്. പക്ഷേ ഇതിനെയും കൊണ്ട് നമ്മുടെ യൂസ് വേറെയാണ്, അത് ലാസ്റ്റ് പറയുന്നതാണ്. പിന്നെ നമ്മൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്ന ക്രീപ്പ് പേപ്പറോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പേപ്പറും 3 കളറാണ് വാങ്ങിയത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എലാസ്റ്റിക് പോലെ വലിയുന്ന പേപ്പറാണ്. ഒത്തിരി വലിച്ചാൽ കീറിപ്പോകും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ 3 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A4 സൈസിൽ വരുന്ന ബൊക്കെ ഷീറ്റ്സ് ആയിരുന്നു. ഇതെല്ലാം സൂപ്പർ ക്യൂട്ടായിരുന്നു. ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ കുറച്ച് വൈറ്റ് ഹാർട്ട്സ് ഒക്കെ വന്നിട്ടുള്ള നല്ല രസമുള്ള ഭംഗിയുള്ള സംഭവമായിരുന്നു കേട്ടോ. നല്ല കട്ടി പറഞ്ഞിട്ടുള്ള ഐറ്റമാണ്. സൂപ്പറായിരുന്നു സാധനം. ഇനി നെക്സ്റ്റ് വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാലിക് പോളിസ്റ്റർ ഫോയിൽ ബോർഡാണ്. അതായത് ഇതൊരു പേപ്പറിൻ്റെ അത്രയും കട്ടിയുള്ളൂ, പക്ഷേ ഇതിനെ കാണുമ്പോൾ ഒരു ബോർഡൊക്കെ പോലെ തോന്നിക്കുന്ന ഒരു ഐറ്റം. അപ്പോൾ ഇതിൻ്റെ 5 കളേഴ്സ് വന്നിട്ടുള്ള ഐറ്റം ആയിരുന്നു. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഓരോ ക്രാഫ്റ്റ് സപ്ലൈസും ക്രാഫ്റ്റ് വീഡിയോസും ഒക്കെ പുറകെയായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിഗ്രഫി പെൻസാണ്. ആർട്ട് ലൈൻ്റെ ആണ്. 3 എണ്ണം വരുന്നതാണ്. അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ ടിപ്പാണ് വന്നിട്ടുള്ളത്. 1.0, 2.0, 3.0 അങ്ങനെ 3 ടിപ്പ് വരുന്നതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിൻ്റെയും സ്ട്രോക്സ് നമ്മൾ വരച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത്, നമ്മൾ മുന്നേ കാട്ടിയ MCയിലായാലും അതുപോലെ തന്നെ നമ്മുടെ ടൂത്ത് പിക്ക് ആയാലും ഈ കാണിച്ച പോളിസ്റ്റർ ഫോയിൽ ബോർഡായാലും ഏത് വെച്ചിട്ടാണെങ്കിലും നമ്മൾ കുറേയധികം ക്രാഫ്റ്റ് സപ്ലൈസ് വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ വേണമെന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർക്ക് ഒരു ബിഗ് താങ്ക്സ്. പിന്നെ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്കോ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസോ അറിയണമെന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.